അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ഏകപ്രതിയായ MK റാമിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ഹൈക്കോടതി. സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടും അറസ്റ്റുണ്ടാവാത്തത് എന്തെന്ന് കോടതി ചോദിച്ചു. ആജ്ഞ ചേരുന്നു. ആജ്ഞ, എത്രയോ ദിവസങ്ങളായി ഇയാളെക്കുറിച്ചൊരു വിവരവുമില്ല. പോലീസിന്റെ അന്വേഷണം അത് കാര്യക്ഷമമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് കോടതിയുടെ ഈ വിഷയത്തിലെ വിമർശനം? രഞ്ജിത്ത്, മറ്റൊരു കേസ് പരിഗണിക്കുമ്പോഴാണ് കോടതി ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചാണ് ഈ കാര്യം ചൂണ്ടിക്കാട്ടിയത്. എന്തുകൊണ്ടാണ് ഡോക്ടർ റാം ഇതുവരെ അറസ്റ്റിലാക്കാത്തത്? പോലീസിന് എന്താണ് ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ പോലീസിന് എന്താണ് കൈവിറയ്ക്കുന്നത് എന്നാണ്. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് കൈവിറയ്ക്കുന്ന പോലീസ് എങ്ങനെയാണ് നീതി നടപ്പാക്കുക തുടങ്ങിയ വലിയ വിമർശനങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടർ റാം ഉൾപ്പെടെയുള്ള ആളുകൾ നിരവധി പേർക്കെതിരെ പോലീസ് കേസെടുക്കുന്ന സംഭവമുണ്ടായത്. ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസെടുത്തിരുന്നതെങ്കിൽ തുടർന്ന് ബന്ധുക്കളുടെയും കുടുംബത്തിന്റെയും പരാതിയെ തുടർന്ന് അത് പിന്നീട് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിലേക്ക് നീങ്ങുകയും ആ കോളേജിലെ ചെയർമാനും പ്രിൻസിപ്പലും കൂടിയായ ഡോക്ടർ റാമിനെതിരെയും മറ്റു നിരവധി പേർക്കെതിരെയും ഇതുമായി ബന്ധപ്പെട്ട കേസെടുക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് മുൻകൂർ ജാമ്യം തേടി റാം തലശ്ശേരി സെഷൻസ് കോടതിയിലും അതുപോലെ തലശ്ശേരി സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ ഹൈക്കോടതിയിലും തുടർന്ന് സുപ്രീം കോടതിയിലും മുൻകൂർ ജാമ്യവുമായി സമീപിച്ചത്. പക്ഷേ 3 കോടതികളും മുൻകൂർ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസിന് ഈ കാര്യത്തിൽ ഇത്ര വലിയ വീഴ്ച ഉണ്ടാകുന്നത്, ഇത്ര വലിയ അനാസ്ഥ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഡോക്ടർ റാമിനെ കണ്ടെത്താൻ കഴിയാത്തതും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തതെന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. സാധാരണക്കാരുടെ കാര്യത്തിൽ രണ്ട് നീതിയാണ് പോലീസിന്. അത് സാധാരണക്കാരുടെ കാര്യത്തിൽ ഒരു നിയമവും മറ്റുള്ളവരുടെ കാര്യത്തിൽ, അതായത് സ്വാധീനമുള്ളവരുടെ കാര്യത്തിൽ മറ്റൊരു നീതിയുമാണ് പോലീസ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിക്കണമെന്ന് പ്രോസിക്യൂഷനോട് കോടതി അറിയിച്ചിട്ടുണ്ട്. സർക്കാർ അഭിഭാഷകൻ ഈ വിഷയം പോലീസിനെ അറിയിക്കണം. അത് കോടതിയെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ കോടതി കാണിക്കുന്ന എത്രയേറെ സീരിയസ് ആയിട്ടാണ് ഈ വിഷയത്തെ കോടതി കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും മറ്റൊരു വിഷയം മറ്റൊരു കേസ് പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് ഈ ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പോലീസിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചത്. രഞ്ജിത്ത്, ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.